നേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാവ് പി പ്രദീപ്. വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വൈക്കത്തെ LDF സ്ഥാനാർത്ഥി പി പ്രദീപ്. അദ്ദേഹം 10 ദിവസം 10 പഞ്ചായത്തുകൾ തോറും നടന്നുകൊണ്ടാണ് പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥി ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ്. വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയാണല്ലോ സംഘടിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രീതി തിരഞ്ഞെടുക്കാൻ കാരണം? അതായത് ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാരെ പരമാവധി നേരിട്ട് കാണുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഞങ്ങൾ പ്രധാന വഴികളിലൂടെ പ്രധാനപ്പെട്ട കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ച് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുക എന്നതാണ് ഞങ്ങളുടെ ഈ പ്രചരണത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ പേരിലൊരു ഉച്ചഭാഷണമുണ്ട്. ഉച്ചഭാഷണയിലൂടെ ഇങ്ങനെ സ്ഥാനാർത്ഥി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പോകുന്നത്. അത് അങ്ങനെ പോകാനുള്ള കാരണം? അങ്ങനെ പോകാനുള്ള കാരണം ഒന്ന്, ഈ സമയത്ത് ഇപ്പോൾ പഴയതുപോലെ അല്ലല്ലോ. ഇപ്പോൾ ആൾക്കാരെല്ലാവരും ഒരു തിരക്കിലുള്ളവരാണ്. ഇപ്പോൾ വീട്ടിലുള്ള ആൾക്കാർ വീട്ടിലെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ അനൗൺസ്മെൻറ്റ് കേട്ട് ഗേറ്റിൽ വന്ന് നിൽക്കും, അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ വന്ന് നിൽക്കും. അവരെ ഞങ്ങൾ നേരിട്ട് കാണും, വോട്ടഭ്യർത്ഥിക്കും. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കും. അങ്ങനെയാണ് ആ ഒരു രീതിയിലുള്ളൊരു പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ദിവസമായി ഇങ്ങനെ ഒരു പ്രചരണ രീതി നടത്താൻ തുടങ്ങിയിട്ട്? ഇപ്പം 3ാമത്തെ ദിവസമാണ്. ആദ്യ ദിവസം തലയാടത്ത് നിന്ന് ആരംഭിച്ചു. തലയാടം പഞ്ചായത്ത്, പിന്നെ ചെമ്പ് പഞ്ചായത്ത്, പിന്നെ 3ാമത്തെ പഞ്ചായത്താണ് കല്ലറ പഞ്ചായത്ത്. ബാക്കിയുള്ള പഞ്ചായത്തുകളും ഇതുപോലെ കവർ ചെയ്യും എല്ലാ ദിവസവും. അതെ, 10 പഞ്ചായത്താണ് ഈ മണ്ഡലത്തിലുള്ളത്. 9 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റിയും. ഈ 10 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന് ഉള്ള പ്രചരണം നടത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് രാവിലെ 7:30-ക്ക് തുടങ്ങും. 7:30-ക്ക് തുടങ്ങി വൈകുന്നേരം 7:30-8 മണി വരെയാണ് ഈ നടപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ഞങ്ങളൊരു ഉച്ച സമയത്തൊക്കെ ബ്രേക്ക് ഉണ്ടാവും. അത് ഫുഡ് കഴിക്കാനും പിന്നീട് എന്തെങ്കിലും മരണമോ അങ്ങനെ എന്തെങ്കിലും ചെറിയ മീറ്റിങ്ങുകളുണ്ടാവും. അങ്ങനെയൊക്കെ പോകാനായിട്ടൊരു 2 മണിക്കൂർ ഇടയ്ക്കെടുക്കും. എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്? നല്ല വിജയപ്രതീക്ഷയുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കഴിഞ്ഞ പ്രാവശ്യം 29,000 ആയിരുന്നു. അത് കവർ ചെയ്യുമോ? അതെ, കവർ ചെയ്യും. അതെ. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പി പ്രദീപ്. വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്, മുന്നേറുകയാണ്. സാംജിത്ത് അർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.